ഇന്ന് പാറുന്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആയിരുന്നു. അപ്പൊ ഞാനും കൂടി പോയിട്ടാ മാമിന്റെ കൂടെ. അപ്പൊ എല്ലാ പ്രാവശ്യം പോലെ പാറു തന്നെയാണ് ഇപ്രാവശ്യത്തെയും ക്ലാസ് ഫസ്റ്റ്, ക്ലാസ് ടോപ്പർ. അങ്ങനെ അവിടെ സൈനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങള് പാറുന്റെ മാമന്റെ വീട്ടിൽ കയറി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു. ഇത് പാറുന്റെ സ്പെഷ്യൽ ഊഞ്ഞാലാണ് കേട്ടോ. അപ്പൊ എനിക്ക് എന്തോ ഊഞ്ഞാലാടാൻ തോന്നിയപ്പോ ഞാൻ ഊഞ്ഞാലാടിക്ക് എന്തോ ലാസ്റ്റ് ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോയി. ഇന്ന് ഇവിടെ അച്ഛമ്മനെ കാണാൻ വേണ്ടിട്ട് മാളു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളുവിനാണെങ്കിൽ ഭയങ്കര ചമ്മലാണ് ക്യാമറയുടെ മുമ്പിൽ വരാൻ. ഓളുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളുടെ ഫ്രണ്ട്സ് ഒക്കെ കാണും, അപ്പൊ അവരെന്താ വിചാരിക്കുക, അതൊക്കെ ഓർത്തിട്ടാണ് മറ്റാൾക്ക് ചമ്മല്. പിന്നെ ഇതാണ് പാറുന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാവ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതിനൊന്നും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കൂ. അവള് മേക്കപ്പ് ചെയ്തൊക്കെ മാഞ്ഞു പോയി, ഇതിനൊന്നും കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മേക്കപ്പ് ചെയ്ത് അതിന്റെ കണ്ണും എല്ലാം അത് മാഞ്ഞു പോയിണ്ടായിരുന്നു. ഇപ്പൊ അത് കണ്ണൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ദിഗംബരനെ പോലെയായി അതിന്റെ കോലം. പിന്നെ കുറെ ഈ പാടൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെയും കൊണ്ടുവന്ന് പാടൊക്കെ കാണാൻ വേണ്ടി പോയാലോ. അങ്ങനെ പാടത്ത് പോയപ്പോ ഞാൻ തന്നെ ഞെട്ടി. കാരണം പാടത്തിന്റെ ആ ഒരു ഭംഗിയൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു വെറും തോടായിട്ട് തോന്നുമെങ്കിലും ഇതിൽ നിറച്ച് മീനുകളാണ്. മീനുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു തോട്. ഈ ഒരു തോട് ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ പാടത്താണ്. അപ്പൊ നിറച്ച ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചൂണ്ടലിടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിച്ച് ഇവിടെ ഒക്കെ ഇങ്ങനെ മീനുകൾ ഉണ്ടാവോ. ലാസ്റ്റ് കഴിച്ച് നോക്കുമ്പോൾ നിറച്ച് മീനുകളാണ് ആ തോട്ടില്. അങ്ങനെ അവിടുന്ന് കുറെ ഫോട്ടോ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. നാളെ ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ പാറുവിനെ മാളും നല്ല രീതിയിൽ മെയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടു. അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് മറ്റേ കൈ ഇങ്ങനെ വെക്കണത്. പിന്നെ ഷവർമ വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ അച്ഛമ്മയ്ക്ക് മരുന്ന് വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പൊ അത്ര ഉള്ളൊക്കെ ബായ്.